ഹലോ ഗൈസ്, പോപ്പുലറായ ഒരാളെ കാണാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ ഞങ്ങള്. ആരാന്നല്ലേ അയാള്? വാ കാണിച്ചു തരാം. നമ്മളെ സ്വന്തം തുറക്കലപ്പം. പിന്നെ ഞങ്ങളെ നല്ല സമയം കൊണ്ട് ഓടിയത് വെറുതെ ആയി എന്ന് പറയാതിരിക്കാൻ വയ്യ. തുറക്കലപ്പം അപ്പോഴൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, കാരണം അത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇതിങ്ങനെ ഓർഡറിനനുസരിച്ചാണ് കേട്ടോ അവിടെ നിന്ന് ഇവരിങ്ങനെ തുറക്കലപ്പം കൊടുക്കുന്നത്. ഞങ്ങളെന്തായാലും വലിയ ഡിമാൻഡൊന്നും ഇല്ലാതെ ചില്ലുംകൂട്ടിൽ നിറഞ്ഞിരിക്കുന്ന പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ ശാലു പറഞ്ഞ അവൾക്ക് ഈ പുൽച്ചെടി വേണമെന്ന്. അപ്പോൾ ആ ഇക്കാക്കനെ കൊണ്ട് നമ്മൾ ഈ പുൽച്ചെടിയൊക്കെ പറപ്പിച്ച് അതേ ഉണ്ടാക്കി വെച്ച് തുറക്കലപ്പം എടുക്കാൻ പോകുന്ന ഞങ്ങളെ തുറക്കലപ്പം എപ്പോഴാണ് കിട്ടി ഗൈസ്. അവസാനം നമ്മൾ വന്നത് വെറുതെ ആയില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആവേശത്തോടെ നമ്മളെ തുറക്കലപ്പം കഴിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയതാണ്. അത്യാവശ്യം നല്ല അടിപൊളി നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ അത്. തോടും പാടും ഒക്കെയുള്ള ഈ ഗ്രാമം ഇപ്പോൾ കുറച്ചുകൂടി പോപ്പുലർ ആയത് ഈ ഒരു ഐറ്റം കൊണ്ടാണ്. ഞങ്ങളെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുവരാറുണ്ട്, പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. കാരണം ഒരുപാട് നേരം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ. കാത്തിരിപ്പിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണെന്ന് പറഞ്ഞ പോലെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക ടേസ്റ്റും വിശപ്പും ഒക്കെ തോന്നി. നല്ലൊരു മൈൽഡ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ചിക്കനും അതേപോലെ ചട്നിയും ഒക്കെ ഫില്ലിങ്സ് വരുന്ന ഒരു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്ത്രീകളാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഓർഡറിനനുസരിച്ച്. അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട ആ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി. ശാലു പേടിച്ച് ഇരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് വിഴല്ലേ നമ്മൾ പിന്നെ മരം കയറാൻ മിടുക്കരായത് കൊണ്ട് ആ മരമൊക്കെ കയറി അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചു. വന്നത്ര ആവേശം പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലെങ്കിലും വന്ന കാര്യം നടന്നല്ലോ എന്നുള്ള ആത്മസംതൃപ്തിയോടെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു മടങ്ങി. അപ്പം ശരി, പിന്നെ കാണാം. ബൈ ബൈ.